ആരടാ കമ്മ്യൂണിസ്റ്റ്? നീ എന്നാ കമ്മ്യൂണിസ്റ്റ്? ഏതവനാടാ ഇവിടെ കമ്മ്യൂണിസ്റ്റ്? നാട്ടിലൊരു ഒറ്റപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് ആയിട്ട്. നീയൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് വിപ്ലവം പറഞ്ഞ് നടക്കുന്നേ ഉള്ളൂ. എന്ത് വിപ്ലവം നീയൊക്കെ ഉണ്ടാക്കിയത്? എന്താ സോഷ്യലിസം എന്ന് പറയുന്നത്? എന്താണ് സോഷ്യലിസം? ഒരുമാതിരി പോക്കൃതരം കാണിച്ച് നാട്ടുകാരുടെ മുഴുവൻ കട്ടുമുടിച്ചും മോട്ടിച്ചും പിന്നെ പിടിച്ചു പറിച്ചും പിന്നെ കൈക്കലാക്കി നീയൊക്കെയാന്നുള്ള കമ്മ്യൂണിസ്റ്റുകൾ. ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ് ഇവിടെ നാട്ടിൽ? നീ കമ്മ്യൂണിസ്റ്റാന്നോ? ഏതാണ്ട് കമ്മ്യൂണിസ്റ്റ്? കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞിട്ട് താഴേക്ക് 40 വട്ടം വീമ്പിളക്കി നടക്കുന്ന നായ്ക്കളില്ലടാ നീയൊക്കെ. ഇന്ന് വരെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ ജോലി ചെയ്ത് കാണിച്ചിട്ടുണ്ടോടാ? നീയൊക്കെ എന്ത് വിപ്ലവം ഇവിടെ കാണിച്ചത്? ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാണിച്ചാണോ വിപ്ലവം ചെയ്തെങ്കിൽ? എന്ത് വിപ്ലവ? ഞാനൊക്കെ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ടാ? ഞാൻ കമ്മ്യൂണിസ്റ്റാ, ഞാൻ പക്ക കമ്മ്യൂണിസ്റ്റാ. പക്ഷെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് നിന്റെ CPM പിന്നെ നേതാവായിരിക്കണമെന്നോ അല്ല നിന്റെ CPM അംഗമായിരിക്കണമെന്നോ എന്താ നിർബന്ധം? കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ജീവിക്കുന്ന സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയണം. നീ എന്ത് മാറ്റം ഉണ്ടാക്കിയത് ഇവിടെ നാട്ടിൽ? ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിക്കണം. നീ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് മുഴുവൻ നീയൊക്കെ ഗർഭം ഉണ്ടാക്കി കൊടുത്ത് നാട്ടുകാരുടെ മുഴുവൻ മോട്ടിച്ച് കാണുന്നു. ഒരു അവസരം കിട്ടിയാൽ അന്നേരം നടന്ന് നാട് മുഴുവൻ മാന്തുക, നാട്ടുകാരുടെ പിടിച്ചു പറിക്കുക. പിന്നെ നീ തൊഴിലാളി പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും നിന്നോട് തൊഴിലാളി ഉള്ളത്? പിടിച്ചു പറിക്കാരല്ലാതെ നിന്റെ കൂടെ ഏതെങ്കിലും തൊഴിലാളിയുണ്ടോ? നീ തൊഴിലാളിയാണോടാ? നീ ഇവിടുത്തെ നാട്ടിലെ നേതാവാന്ന് പറയുന്നത്. എന്റെ നാട്ടിൽ ഞാൻ ചെങ്ങന്നൂരുകാരനാടാ. ചെങ്ങന്നൂര് ഞാൻ കണ്ട ഒരൊറ്റ CPM-കാരനെന്ന് പറഞ്ഞിട്ടാ അധ്വാനിച്ച് ജീവിച്ച് ഏതെങ്കിലും ഒരു തായോടിയെ ഒരൊറ്റ എടുത്തില്ല. ഇവിടെ എല്ലാവരും ഇവിടെ 10 കൊല്ലം മുമ്പ് ചെങ്ങന്നൂര് മാലമളം വയ്ക്കാനുള്ള ഫാൻസി മാലമളം വയ്ക്കാനിരുന്ന ഒരു ഗതിയും കിട്ടാതെ അവൻ കൂട്ടിക്കെട്ടി പോയ ആ കഴിവരുടെ മോൻ അവനാണ് ഇന്ന് ഇവിടുത്തെ ചെങ്ങന്നൂർ ഏറ്റവും വലിയ നേതാവ്. അവൻ ഇപ്പൊ പറഞ്ഞത് എന്താണെന്നറിയാം? ഞാൻ എന്റെ കട വെള്ളം അടിച്ചെന്ന് പറയാ. ഞാൻ അന്ന് വീഡിയോ ഇറക്കിയുണ്ട്. അവൻ പറഞ്ഞ ഡയലോഗാ, ഞാൻ വൃത്തികെട്ടവനാണ്. ഞാൻ എങ്ങനെയാടാ വൃത്തികെട്ടവനായത്? നീ ഇന്ന് കോടീശ്വരനായത് എങ്ങനെയാടാ? ചെങ്ങന്നൂർ താലൂക്ക് മുഴുവൻ മണ്ണ് മാന്തിയും നാട്ടിലെ മണ്ണ് വാരിയും നാട്ടുകാരെ മുഴുവൻ പിടിച്ചു പറിച്ചും നാട്ടിലുള്ള കാശുണ്ടാക്കി പാവങ്ങളെല്ലാം കാശ് പിടിച്ചു പറിച്ചും അല്ലയോടാ നീ വലിയ നേതാവായത്? എടാ എനിക്കറിയാം, എന്റെ കൂടെ പഠിച്ചവൻ ഇവിടെ ഒരു ഗതിയില്ലാഞ്ഞിട്ട് തൂങ്ങിച്ചാകാൻ പോകാനുണ്ട്. ആ തൂങ്ങിച്ചാകാൻ പോയാന് ഇന്ന് അവൻ ഇവിടുത്തെ കോടീശ്വരനാ. അവന്റെ മോളെ കെട്ടിച്ചാണ് ഞാൻ നേരിട്ട കല്യാണത്തിൽ കണ്ടതാ. അവൻ അന്ന് കൊടുത്ത് 101 പവനും 2 ഏക്കർ സ്ഥലവും എവിടെ നിന്നുണ്ടായടാ? നീയൊക്കെ മോടിച്ചുണ്ടാക്കിയതാ. എന്നിട്ട് നീയൊക്കെ വലിയ വിപ്ലവം പറയുന്നു. വിപ്ലവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാ. ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് എന്റെ നാട്ടുകാർക്ക് ഞാൻ കാണിച്ചു കൊടുത്താ വെറ്റ കൃഷി ചെയ്യുന്ന സമയത്ത് വെറ്റക്കൊടിയുടെ മണ്ടയ്ക്ക് ഷെയ്ഡ് നെറ്റ് ഇട്ട കൃഷി ചെയ്യാം എന്ന് ഞാൻ പണ്ട് കാണിച്ചു കൊടുത്ത ഇവിടെ. അന്ന് നിന്റെ സഹാക്കന്മാര് പിന്നെ TV-കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രഹസ്യമായിട്ട് TV പിടിക്കാൻ നോക്കിയന്മാരാ വിലയാത്ത നായ്ക്കള്. എന്നിട്ട് അത് വിപ്ലവാടാ. ഞാൻ അന്നത് ചെയ്ത് കാണിച്ചുകൊണ്ട് ഇന്ന് കേരളം മുഴുവൻ ഇന്ന് വെറ്റ കൃഷിയുടെ മണ്ടയ്ക്ക് പിന്നെ ഷെയ്ഡ് നെറ്റ് ഇട്ടാ കൃഷി ചെയ്യുന്നത്. ഞാൻ വിപ്ലവം ഉണ്ടാക്കി. 10 രൂപയ്ക്ക് കിട്ടുന്ന സവാള ഇവിടെ ചെങ്ങന്നൂർ മുഴുവൻ 40 രൂപ കിലോയ്ക്ക് വിറ്റ സമയത്ത് നീയൊക്കെ എന്ത് വിപ്ലവം ഉണ്ടാക്കണം ഇവിടെ? ആ 10 രൂപയുടെ സവാള ഞാൻ ഇവിടെ കൊണ്ടത് 12 രൂപ കിലോയ്ക്ക് ഞാൻ വിറ്റ്. ചെങ്ങന്നൂർ വിപ്ലവം ഉണ്ടായില്ലടാ. ചെങ്ങന്നൂർ ഇന്ന് ഈ ഏരിയ മുഴുവൻ നീയൊക്കെ നടന്ന് നോക്കടാ. പിന്നെ സവാളയ്ക്ക് 10-12 രൂപയ്ക്ക് സവാള കിട്ടുന്നുണ്ട്. നിനക്കൊക്കെ എന്താ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുമോ? നീ ഒന്ന് വിപ്ലവം ഉണ്ടാക്കടാ. അങ്ങനെ എടാ 25,000 രൂപ പെൻഷൻ മേടിക്കുന്നുണ്ട് ഞാൻ. 25,000 രൂപ പെൻഷൻ മേടിക്കുന്നത് ഞാൻ. പിന്നെ ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് എനിക്ക് കട മാത്രമേ ഉള്ളൂ മിച്ചം. നീയൊക്കെ കാശിന് ജോലിയും പേരും ചെയ്ത് നീയൊക്കെ നടക്കുന്ന മുഴുവൻ AC കാറില്ല. നീ അങ്ങനെ കമ്മ്യൂണിസ്റ്റ്? എന്താ കമ്മ്യൂണിസ്റ്റാടാ? ഇന്ന് തമിഴ്നാട്ടിൽ തമിഴും തൂറി വെക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ കൊണ്ടുവന്ന് തിന്നാൻ പറ്റുള്ളൂ. നിനക്കൊക്കെ ഇന്നൊരു നല്ല മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. നീയൊക്കെ വലിയ വീമ്പളക്കുന്നു. നീയൊക്കെ അങ്ങ് ഭരിച്ച് അങ്ങ് മുടിച്ചു വച്ചേക്കുന്നു. എന്താ ഭരിക്കുന്നടാ? ചെങ്ങന്നൂരിൽ പിന്നെ വെള്ള